ഭക്തരുടെ മനസ്സിൽ കുളിർമയും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരനുഭവമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം. കുംഭമാസത്തിലെ ചതയ ദിനത്തിൽ കൊടിയേറി തിരുവാതിര ദിനത്തിൽ ആറാട്ടോടുകൂടി 10 ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. ഭഗവാന്റെ 8ാം ഉത്സവ ദിനത്തിൽ അർദ്ധരാത്രിയിലാണ് ചരിത്ര പ്രസിദ്ധമായ 7.5 പൊന്നാന ദർശനം. എന്താണ് ഈ 7.5 പൊന്നാനകൾ? അതിന്റെ ഐതിഹ്യം എന്താണ്? ചരിത്രം എന്താണ്? പ്രാധാന്യം എന്താണ്? നമുക്ക് നോക്കാം. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ 7 വലിയ ആനകളുടെയും ഒരു ചെറിയ ആനയുടെയും സ്വർണത്തിൽ നിർമ്മിച്ച പൂർണ്ണ രൂപത്തിലുള്ള പ്രതിമകളാണ് 7.5 പൊന്നാന എന്നറിയപ്പെടുന്നത്. വരിക്കപ്ലാവിന്റെ തടിയിൽ ആനയുടെ രൂപം കൊത്തിയെടുത്ത് സ്വർണപ്പാളികൾ തറച്ചാണ് ഈ ആനകളെ നിർമ്മിച്ചിരിക്കുന്നത്. വലിയ ആനകൾക്ക് 2 അടിയും ചെറിയ ആനയ്ക്ക് 1 അടിയുമാണ് ഉയരം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ 8ാം ഉത്സവ നാളായ കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിനാണ് പ്രസിദ്ധമായ 7.5 പൊന്നാന എഴുന്നള്ളിപ്പ് നടത്തുന്നത്. അന്നേ ദിവസം ഏറ്റുമാനൂർ തേവർ ക്ഷേത്രമതിൽക്കകത്തെ പടിഞ്ഞാറേ മൂലയിലെ ആസ്ഥാന മണ്ഡപത്തിൽ 7.5 പൊന്നാന ദർശനം നൽകി എഴുന്നള്ളിയിരിക്കുന്നു. ഈ വർഷത്തെ, അതായത് 2025-ലെ 7.5 പൊന്നാന ദർശനം മാർച്ച് 6-നാണ്. 7.5 പൊന്നാനയുമായി ബന്ധപ്പെട്ട് നിരവധി ചരിത്ര കഥകളും ഐതിഹ്യവും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 7.5 പൊന്നാനകൾ അഷ്ടദിക്ക് ഗജങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഐതിഹ്യം. ഐരാവതം, പുണ്ടീരകം, കൗമുദം, അഞ്ജന, പുഷ്പദന്തം, സുപ്രതീകം, സാർവഭൗമൻ, വാമനൻ എന്നിവയാണ് ദിക്കുഗജങ്ങൾ. ഇതിൽ വാമനൻ ചെറുതാകയാൽ അരപ്പൊന്നാനയായി. ഈ അരപ്പൊന്നാനയുടെ പുറത്തേറിയാണ് ഭഗവാൻ ആസ്ഥാന മണ്ഡപത്തിലിരിക്കുന്നത്. ഇനി ചരിത്ര കഥകളിലേക്ക് നമുക്ക് കടക്കാം. മലയാള വർഷം 929 വടക്കുംകൂർ രാജ്യം പിടിച്ചടക്കുന്നതിനായി തിരുവിതാംകൂർ മഹാരാജാവിന്റെ സൈന്യങ്ങൾ ഏറ്റുമാനൂരിലെ മാധവിപ്പിള്ള നിലയത്തിൽ പ്രവേശിക്കുകയും അവിടത്തെ പുരയിടങ്ങളിലെ ഫലപുഷ്ടിയുള്ള വൃക്ഷങ്ങളും മാധവിപ്പള്ളി മഠവും നശിപ്പിച്ചു കളയുകയും ചെയ്തുവത്രേ. തന്നിമിത്തം തിരുവിതാംകൂർ മഹാരാജാവിന് ഏറ്റുമാനൂർ മഹാദേവന്റെ അനിഷ്ടവും പലവിധത്തിലുള്ള അനർത്ഥങ്ങളും സംഭവിക്കുകയാൽ തുടർ പരിഹാരാർത്ഥം മഹാരാജാവ് പ്രായച്ചിത്തമായി നടക്കിവെച്ചതാണത്രേ ഈ 7.5 പൊന്നാനകൾ. 8 മാറ്റിൽ 7143 അരയ്ക്കാൽ കഴഞ്ച സ്വർണം കൊണ്ട് 7.5 ആനകളെയും 7 കഴഞ്ച് സ്വർണം കൊണ്ട് തോട്ടിയും വളറും 96 കഴഞ്ച് സ്വർണം കൊണ്ട് ഒരു പഴുക്കാക്കുലയും നടക്കിവെച്ചു എന്നാണ് കരുതുന്നത്. അതിന്റെ പ്രായച്ചിത്ത ചാർത്ത് കൊല്ലം 964-ാം ആണ്ട് ഇടവമാസം 12-ാം തീയതി എഴുതി വെച്ചതായി ദേവസ്വത്തിൽ ഇപ്പോഴും കാണുന്നുണ്ട്. ഇത് തിരുവിതാംകൂറിന്റെ സ്ഥാപകനായിരുന്ന അനിഴം തിരുനാൾ വീരമാർത്താണ്ഡവർമ്മ നേർന്ന വഴിപാടായിരുന്നു. എന്നാൽ അത് നേരും മുമ്പ് അദ്ദേഹം നാടു നീങ്ങിപ്പോയതിനാൽ അദ്ദേഹത്തിന്റെ അനന്തരവനും പിൻഗാമിയുമായ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇത് നടക്കിവെച്ചത്. വാസ്തവത്തിൽ 7.5 പൊന്നാന വൈക്കത്ത് നേരാൻ വച്ചിരുന്ന വഴിപാടായിരുന്നു അത്രേ. തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അല്പനേരം വിശ്രമിക്കാനും മറ്റുമായി രാജാവും ഭടന്മാരും കൂടി ഏറ്റുമാനൂർ അമ്പലത്തിലെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്തി. 7.5 പൊന്നാനകളെ ഇറക്കി വെച്ച് അവർ വിശ്രമിച്ചു. എന്നാൽ പോകാൻ നേരത്ത് ആനകളുടെ ദേഹത്തു നിന്ന് ഉഗ്രസർപ്പങ്ങൾ ഫണം വിടർത്തി നിൽക്കുന്നു. ഭയാക്രാന്തരായ രാജാവും ഭടന്മാരും അടുത്തുള്ള ഒരു ജ്യോത്സ്യരെ കണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കി. അപ്പോൾ അവ ഏറ്റുമാനൂരിൽ തന്നെ സമർപ്പിക്കണമെന്നാണ് ഭഗവാന്റെ ആഗ്രഹമെന്ന് തെളിഞ്ഞു. തുടർന്ന് 1769 മെയ് മാസം 14-ാം തീയതി വെള്ളിയാഴ്ച ഒരു ശുഭമുഹൂർത്തത്തിൽ 7.5 പൊന്നാനകളെ ഭഗവാന് നടക്കിവെച്ചു. പിന്നീട് മറ്റൊരു 7.5 പൊന്നാനയുണ്ടാക്കി അത് വൈക്കത്ത് സമർപ്പിക്കാമെന്ന് ധർമ്മരാജ വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിന് വൈക്കത്തപ്പന്റെ സ്വപ്ന ദർശനമുണ്ടായി. തനിക്ക് മറ്റൊരു 7.5 പൊന്നാന വേണ്ടെന്നും പകരം ആ കാശിന് സഹസ്ര കലശം നടത്തിയാൽ മതിയെന്നുമായിരുന്നു വൈക്കത്തപ്പന്റെ അരുളപ്പാട്. പിറ്റേന്നു തന്നെ ധർമ്മരാജ വൈക്കത്തേക്ക് പുറപ്പെട്ടു.
വൈക്കത്തെത്തിയ അദ്ദേഹം 7.5 പൊന്നാന നേരാൻ വെച്ച തുക കൊണ്ട് വൈക്കത്തപ്പന് സഹസ്രകലശം നടത്തുകയും ക്ഷേത്രത്തിലെ പ്രസാദമായ പ്രാതലുണ്ട് ആനന്ദ ദർശനം നടത്തി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ 7.5 പൊന്നാന കൊടുത്തതിൽ വൈക്കത്തപ്പന് ഏറ്റുമാനൂരപ്പനുമായി പിണക്കമാണെന്ന് അടുത്ത കാലം വരെ ഭക്തർ വിശ്വസിച്ചു വന്നിരുന്നു. അതിന്റെ തെളിവായി ഏറ്റുമാനൂരുകാരും വൈക്കത്ത് അഷ്ടമി ദർശനത്തിനോ വൈക്കത്തുകാർ തിരിച്ച് ഏറ്റുമാനൂരിൽ ആസ്ഥാന മണ്ഡപ ദർശനത്തിനോ പോയിരുന്നില്ലത്രേ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഈ കഥ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് സ്ഥിതിയിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. 7.5 പൊന്നാന വർഷത്തിൽ കുംഭമാസത്തിൽ മാത്രമാണ് ഭക്തരുടെ ദർശനത്തിനായി പുറത്തെടുക്കുക. ശ്രീകോവിലിൽ നിന്നും ഏറ്റുമാനൂരപ്പനെ ക്ഷേത്രമതിൽക്കകത്തെ പടിഞ്ഞാറേ മൂലയിലെ ആസ്ഥാന മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. മഹാദേവന്റെ തിടമ്പിന് ഇരുവശത്തുമായി സ്വർണത്തിൽ തീർത്ത പൊന്നാനകളെ അണിനിരത്തുന്നു. ഇടതുഭാഗത്ത് 4 വലതുഭാഗത്ത് 3 പൊന്നാനകളെയാണ് വയ്ക്കുക. തിടമ്പിന് താഴെ മുൻഭാഗത്തായി അരപ്പൊന്നാനയെ വെക്കുന്നു. ഈ അരപ്പൊന്നാനയുടെ പുറത്തേറിയാണ് ഭഗവാൻ ആസ്ഥാന മണ്ഡപത്തിലിരിക്കുന്നത്. കുംഭമാസത്തിലെ രോഹിണി നാളിൽ അർദ്ധരാത്രി ഭഗവാൻ ശരഭമൂർത്തിയായി എത്തി ഇന്ദ്രദേവന്റെ ബ്രഹ്മഹത്യാ പാപം തീർത്തുവെന്നാണ് വിശ്വാസം. സകല ദേവന്മാരും സന്നിഹിതരാകുന്ന ഈ സമയത്ത് 7.5 പൊന്നാനയുടെ അകമ്പടിയോടെ ഇരിക്കുന്ന ഭഗവാനെ വണങ്ങി കാണിക്കയർപ്പിക്കുന്നത് ഭാഗ്യദായകമാണ്. ഭക്തജന ലക്ഷങ്ങളാണ് അഭീഷ്ടവരദായകന്റെ 7.5 പൊന്നാന ദർശനത്തിന് ക്ഷേത്രത്തിൽ എത്താറുള്ളത്. ആസ്ഥാന മണ്ഡപത്തിൽ ദർശനത്തിനു വരുന്ന ഭക്തർ അപ്പോൾ തങ്ങളെ കൊണ്ടാകുന്ന ഒരു അളവ് പണം ഏറ്റുമാനൂരപ്പന് കാണിക്കയായി ഇടും. ഇതിന് വലിയ കാണിക്ക എന്നാണ് പേര്. ആദ്യം ചെങ്ങന്നൂർ പൊന്നൂരൂട്ട് മഠത്തിലെ പണ്ടാര പ്രതിനിധിയാണ് കാണിക്കയിടുക. തുടർന്ന് ദേവസ്വം ഉപദേശക സമിതി അംഗങ്ങളും ഭക്തരും കാണിക്കയിടും. ഇതേ സമയത്ത് 4 പേർ ചേർന്ന് 7.5 പൊന്നാനകളെയും തോളിലേറ്റിക്കൊണ്ടുവന്ന് മണ്ഡപത്തിൽ വെക്കും. 7.5 പൊന്നാന ദർശനത്തിനു മുന്നോടിയായി തങ്കത്തിൽ തീർത്ത കുട തലേ ദിവസം വൈകിട്ട് നടക്കുന്ന സേവയിൽ എഴുന്നള്ളിക്കുക പതിവുണ്ട്. 8ഉം 10ഉം ഉത്സവ ദിവസങ്ങളിൽ 7.5 പൊന്നാനയെ ദർശനത്തിനായി പുറത്തെടുക്കാറുണ്ട്. അരപ്പൊന്നാനയെ വിഷു ദിവസം ദർശനത്തിന് വെക്കും. 7.5 പൊന്നാനയെ കൂടാതെ രത്ന അലക്കുകളുള്ള പൊന്നിൻ കുട, നെന്മാണിക്യം, രത്നം പതിച്ച വലംപിരിശങ്ക്, കരിങ്കൽ നാഗസ്വരം, സ്വർണ വിളക്ക്, സ്വർണക്കുടങ്ങൾ, സ്വർണ നാണയങ്ങൾ എന്നിവയുൾപ്പെടുന്ന സവിശേഷ ശേഖരം ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. ഭാരതമൊട്ടുക്കും ഏറ്റുമാനൂർ 7.5 പൊന്നാന ദർശനം പ്രസിദ്ധവും ഭക്തജനപ്രിയവുമാണ്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി തീർത്ഥാടക സഹസ്രങ്ങൾ ദർശന സായുജ്യവും അഭിലാഷപൂർത്തിയും തേടി 7.5 പൊന്നാന ദർശന ദിവസം ക്ഷേത്രാങ്കണത്തിലെത്തുന്നു.